2016 നേമത്തും 2024 തൃശൂരും BJP ജയിച്ചത് കോൺഗ്രസ് വോട്ട് മറിച്ചാണെന്ന് ബേപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസ്. 24-നോടാണ് PA മുഹമ്മദ് റിയാസ് ഈ പ്രതികരണം നടത്തിയത്. പലരും അന്വേഷണ കമ്മീഷന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നിട്ട് ആ റിപ്പോർട്ട് എവിടെയെന്നും മുഹമ്മദ് റിയാസ് ചോദിച്ചു. 24-നോടൊപ്പം ചേരുന്നത് ബേപ്പൂർ LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസ് ആണ്. എങ്ങനെ പോകുന്നു പ്രചരണ പരിപാടികളെല്ലാം? പ്രചരണമാകെ ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ്. ജനങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ സ്വയം LDFന്റെ സ്ഥാനാർത്ഥിയായി മാറി. എല്ലാ ബന്ധങ്ങളും ചിഹ്നമായ ചുറ്റിക്കരിവാണ നക്ഷത്രത്തിന് വോട്ടാക്കി ഇടപെടുക. കുടുംബ ബന്ധം, വ്യക്തിബന്ധം, അയൽപ്പക്ക ബന്ധം. കാരണം LDF സർക്കാർ തുടരേണ്ടതും ഈ ബേപ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ നടന്ന വികസനങ്ങൾ അത് ജനങ്ങളുടെ വികസനങ്ങളായി കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് പൊതുവെ നടത്തുന്നത്. LDF സർക്കാർ തുടരേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യമായി കണക്കാക്കുകയാണ്. അത് വലിയ ഗുണമാണ് ചെയ്യുന്നത്. ആ ഗുണം 2021 ലഭിച്ച സർവകാല റെക്കോർഡ് വോട്ട് 82,000 മറികടക്കും. ആരോപണം കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെ കോഴിക്കോട് വിസിലെത്തുമ്പോൾ പറഞ്ഞിട്ടുള്ളത് BJPയും അതേപോലെ LDFും ചേർന്നിട്ട് CJP സഖ്യമായി മാറിയെന്നാണ്. ഡീലിന്റെ ചരിത്രം പറയണം, കുറേ പറയണം. എങ്ങനെയാണ് കേരള നിയമസഭയിൽ BJP അക്കൗണ്ട് തുറന്നത്? 2016 കോൺഗ്രസിന്റെ വോട്ട് മറിച്ചിട്ടാ. എങ്ങനെയാണ് കേരളത്തിലെ 20 ലോക്സഭാ സീറ്റിൽ ആദ്യമായി തൃശ്ശൂർ BJP ജയിച്ചത്, താമര വിരിഞ്ഞത്? കോൺഗ്രസിന്റെ വോട്ട് മറിച്ചിട്ടാ. ഇതിനെതിരെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചല്ലോ. കോൺഗ്രസ് നേതാക്കന്മാർ പരസ്യമായി താമര ചിഹ്നത്തിൽ വോട്ട് മറിച്ചു എന്ന് പലരും മൊഴിയെടുത്തല്ലോ. അത് പലരും പത്രക്കാരോട് പറഞ്ഞല്ലോ. എവിടെയാ റിപ്പോർട്ട്? അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് അറിയാം. കേരളത്തിലെ ഇടതുപക്ഷമുള്ളതാണ്. കേന്ദ്രത്തിൽ BJP ഭരിക്കുമ്പോൾ ഇവിടെ മതനിരപേക്ഷ മനസ്സുകൾക്ക് സുരക്ഷിതം എന്നെല്ലാവരും കരുതുന്നു. നേറ്റിവിറ്റി കാർഡ് എന്ന പരിച പൗരത്വ നിയമ കാലഘട്ടത്തിൽ നടപ്പിലാക്കാൻ ധൈര്യം കാണിച്ച സർക്കാർ പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാർ അല്ലാതെ മറ്റേത് സംസ്ഥാന സർക്കാരുണ്ട്? കർണാടകയിലെ കോൺഗ്രസ് സർക്കാരുണ്ടോ? തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരുണ്ടോ? പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന് വാചക കസർത്തല്ല, വിജ്ഞാപനമിറക്കിയ ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് ഗവൺമെൻറ് LDF ഗവൺമെൻറ്റാണ്. എവിടെ പോയി കോൺഗ്രസ് ഗവൺമെൻറ്? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നത്. എന്തായാലും അദ്ദേഹം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.